ഇവിടെ വന്നപ്പോ വടകരയിൽ കടലുമുണ്ട്, നിങ്ങളുടെ സ്നേഹക്കടലും ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, നിങ്ങൾ തരുന്ന ഒരു വോട്ട് കൊണ്ട്, നിങ്ങൾ തരുന്ന ഒരു അവസരം കൊണ്ട് എനിക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു അവസരം കിട്ടിയാൽ ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നാളെ മുതൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവൂലെന്നോ അല്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പിറ്റേ ദിവസം അവസാനിക്കുമെന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അത് മറ്റാരെക്കാളും മുമ്പേ എന്റെ പ്രശ്നമായിരിക്കും, ഞാനതിൽ ഇടപെടും എന്നുള്ള കാര്യം സൂചിപ്പിക്കാനാണ് വന്നത്. മറ്റ് നേരം വൈകിയത് കൊണ്ട് മറ്റു കാര്യങ്ങൾ 3 മണിക്കൂർ വൈകിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഈ നാടിനെ കീറി മുറിക്കാൻ, ചേരിതിരിവുണ്ടാക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ. നാട്ടിൽ 2 ഭരണകൂടങ്ങളും ജനങ്ങളെ വെറുപ്പിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന പഴയതര സ്നേഹം ഉറപ്പായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുന്നു. നമുക്ക് 3 പോയിന്റിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇറങ്ങും മോനെ, ഞാൻ ഇറങ്ങും, കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ ഇറങ്ങും. 3 പോയിന്റിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് അങ്ങനെ പോകാൻ പറ്റൂല. കാരണം അതെല്ലാം ഞാൻ പറഞ്ഞ കേക്ക്, വണ്ടി പെട്ടെന്ന് പോകണം. ഇന്നലെ രാത്രി 9 മണിയുടെ പോയിന്റിൽ ഞാൻ എത്തുന്നത് 1:30-ക്കാണ്. മിനിഞ്ഞാന്ന് 8:30 പോയിന്റിൽ ഞാൻ എത്തുന്നത് പുലർച്ചെ 4:30-ക്കാണ്. 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ, അപ്പോ ഈ ദഫിന്റെ കുട്ടികളൊക്കെ ഇപ്പൊ ഇത്രയും പോയിന്റ് മതി, ബാക്കി വാഹനത്തിൽ കൂടെ വരുന്നവര് വരിക. നിങ്ങൾ അത്രയും ദൂരം വെയിലുണ്ട്, അത്രയും ദൂരം നിങ്ങൾ നടക്കേണ്ട. അടുത്ത പോയിന്റിൽ ആൾക്കാർ അത്യാവശ്യം സ്ഥാനാർത്ഥിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക നേരം വൈകിയതുകൊണ്ട്. അപ്പൊ എന്നോട് പറയുന്നത്, എല്ലായിടത്തും പോയിട്ട് ഈ സ്ഥാനാർത്ഥി സെൽഫി എടുത്തിട്ടാ നേരം വൈകണമെന്നാണ് ഇലക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത്. എനിക്കാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ പെട്ടെന്ന് പോകാനും തോന്നൂല. അപ്പൊ ഞാന് ഫോട്ടോ എടുക്കലും പഞ്ച് ചെയ്യലും അടുത്ത തവണത്തേക്ക് മാറ്റിയിരിക്കുന്നു. നിങ്ങൾ എന്നെ ഇവിടെ തന്നെ നിർത്താനല്ലേ തീരുമാനം? അതോ പാലക്കാട്ടേക്ക് പറഞ്ഞു കൊടുക്കും? അപ്പൊ നമുക്ക് വീണ്ടും കാണാനുള്ള അവസരം ഉണ്ടാവും. എന്താണെങ്കിലും ഇപ്പോ നമുക്ക് ദഫ് ഉൾപ്പെടെയുള്ള കുട്ടികൾ ഒന്ന് മാറിക്കൊടുക്കുക. വാഹനങ്ങൾ ബാക്കി ഞാൻ ഒന്ന് താഴെ ഇറങ്ങി നമുക്കൊരു കൈ തന്നില്ല. പിന്നെ ഇവിടെ ഒരു